ബുള്ളറ്റ് ട്രെയിനുകളെ നോക്കി അസൂയപ്പെട്ടിരുന്ന യാത്രക്കാർക്കും ഒരു കൈ അകലത്തിൽ നിൽക്കുകയാണ് ലോകോത്തര നിലവാരത്തിലുള്ള നമ്മുടെ സ്വന്തം വന്ദേ ഭാരത്. ബോഗികളുടെ രണ്ട് വശത്തും എൻജിൻ പിടിപ്പിച്ചിട്ടുള്ള ആവശ്യത്തിനനുസരിച്ച് കൂട്ടി യോജിപ്പിക്കാൻ കഴിയുന്ന സാധാരണ ട്രെയിനിനെ പോലെയല്ല ഇത്. ഇതിൽ ആവശ്യമുള്ളത്രയും ബോഗികൾ പെർമനൻ്റായി യോജിപ്പിച്ച് വയ്ക്കുകയും എല്ലാത്തരം പവറും ഓടാൻ ആവശ്യമായതും AC-ക്കും എല്ലാ ലൈറ്റിനും വേണ്ടത് എല്ലാം ഒരു ബോഗിയിൽ തന്നെ ക്രമീകരിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു എൻജിനില്ലെന്ന് സാരം. നേട്ടമെന്നാൽ നല്ല പെർഫോമൻസ്, കൂടുതൽ കംഫർട്ട്, കൂടുതൽ എഫിഷ്യൻസി, എല്ലാത്തിനും പുറമെ മറ്റുള്ള ട്രെയിനുകൾ പോലെ റിവേഴ്സ് ബുദ്ധിമുട്ടി ചെയ്യാനായി എൻജിൻ മാറ്റേണ്ടതില്ല. ഇതിന് മുൻപോട്ട് ഓടുന്ന പോലെ തന്നെ പുറകോട്ടും ഒരുപോലെ തന്നെ ഓടാൻ കഴിയും. 16 കോച്ചുകൾ വരെയുള്ള ഈ ട്രെയിനിൽ അകത്ത് ഒരു ബോഗിയിൽ നിന്നും അടുത്തതിലേക്ക് കടക്കുമ്പോൾ ഒട്ടും സെപ്പറേഷൻ അറിയില്ല. അത്രയും വലുതാണ് ഇടയ്ക്കുള്ള പാസേജ്. അങ്ങനെ സൗകര്യങ്ങളെക്കുറിച്ച് പറയാൻ പോലെ തീരില്ല. എളുപ്പമായിരുന്നില്ല ഈ നേട്ടത്തിലേക്കുള്ള യാത്ര. ഉദ്യോഗസ്ഥ യാഥാസ്ഥിതിത്വത്തിനും രാഷ്ട്രീയ പിടിവലികൾക്കുമിടയിൽ പാളം തെറ്റിക്കിടന്ന ആശയത്തെ പ്രാവർത്തികമാക്കിയതിന് പിന്നിൽ ചെന്നൈയിലെ പെരുമ്പത്തൂരിലെ ICF എന്ന ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറിയിലെ ഒരു സംഘം മനുഷ്യരുടെ രാപ്പകലില്ലാത്ത അധ്വാനവും വിയർപ്പുമുണ്ട്. നെഞ്ച് വിരിച്ച് പോരാടാൻ നിശ്ചയദാർഢ്യമുള്ള മനുഷ്യരുള്ളത് കൊണ്ട് മാത്രം യാഥാർത്ഥ്യമായ സ്വപ്നമാണ് രാജ്യത്തിൻ്റെ അഭിമാനമായ ഈ ട്രെയിൻ. സുധാംശു മണി എന്ന ICF റിട്ടയർഡ് ജനറൽ മാനേജർ ഇല്ലായിരുന്നുവെങ്കിൽ ഇപ്പോഴും വന്ദേ ഭാരത് വിദൂരമായ ഒരു സ്വപ്നം മാത്രമായി അവശേഷിച്ചേനെ. 18 മാസം കൊണ്ടാണ് സമ്പൂർണ്ണ ഇന്ത്യൻ നിർമ്മിത ട്രെയിൻ യാഥാർത്ഥ്യമായത്. രണ്ടായി നിന്ന തൊഴിലാളികളെയും ഉദ്യോഗസ്ഥരെയും ഒരു കുടക്കീഴിൽ എത്തിച്ചത് മുതൽ സുധാംശു നടത്തിയ യാത്ര ശരിക്കും എല്ലാവർക്കും ഒരു പാഠപുസ്തകം തന്നെയാണ്. ലക്നൗ സ്വദേശിയാണ് സുധാംശു മണി. കോളേജ് പഠനത്തിന് ശേഷം ബീഹാറിലെ ജമൽപൂരിലെ ഇന്ത്യൻ റെയിൽവേ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ പരിശീലനം. 1981 കൊൽക്കത്തയിൽ ഈസ്റ്റേൺ റെയിൽവേ അസിസ്റ്റൻറ്റ് മെക്കാനിക്കൽ എഞ്ചിനീയറെ തുടക്കം. തുടർന്ന് 38 വർഷം റെയിൽവേക്കായി ജീവിച്ചയാൾ ഹൃദയമിടിപ്പിന് പോലും ട്രെയിനുകളുടെ താളം. പ്രവർത്തനങ്ങളിലെ കണിശതയും കൃത്യതയും സുധാംശു മണിയെ വളരെ വേഗം ഉന്നത സ്ഥാനങ്ങളിലെത്തിച്ചു. 2012 ഒക്ടോബർ മുതൽ 3 കൊല്ലം ബെർലിനിലെ ഇന്ത്യൻ എംബസിയിൽ റെയിൽവേ ഉപദേഷ്ടാവായി പ്രവർത്തിക്കവേ പോളണ്ടിലെ വോക്ലാവിലേക്ക് കുടുംബത്തിനൊപ്പമുള്ള യാത്രയിൽ ഒരു സംഭവമുണ്ടായി. പപ്പ നോക്കൂ, ഇന്ത്യയിലെ ട്രെയിനുകൾ പോലൊരു ട്രെയിൻ അതാ. സ്റ്റേഷനിൽ നിർത്തിയിരുന്ന പഴയ ട്രെയിൻ ചൂണ്ടിക്കാട്ടി തൻ്റെ 12 വയസ്സുകാരൻ മകൻ പറഞ്ഞു. സോവിയറ്റ് കാലഘട്ടത്തിൻ്റെ അവശിഷ്ടമെന്ന് വിശേഷിപ്പിക്കാവുന്ന പഴഞ്ചൻ ട്രെയിനായിരുന്നു അത്. മകൻ്റെ വാക്കുകളിൽ നിന്ന് സുധാംശുവിൻ്റെ ഹൃദയത്തിലേക്ക് അടർന്നു വീണ തീപ്പൊരി ചിന്തകളായും ആശകളായും കത്തിക്കയറാൻ അധിക സമയം വേണ്ടി വന്നില്ല. 2016 ഇൻ്റഗ്രൽ കോച്ച് ഫാക്ടറിയുടെ ജനറൽ മാനേജർ പദവിയിലേക്കുള്ള നിയമന ഉത്തരവ് കയ്യിലെത്തിയതിന് പിന്നാലെ സുധാംശു മണി എന്ന മുതിർന്ന റെയിൽവേ ഉദ്യോഗസ്ഥൻ ജീവനക്കാർക്കൊരു കത്തയച്ചു. അതിലെ പ്രധാന നിർദ്ദേശങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഒരു ജീവനക്കാരനും തന്നെ കാണാൻ സെക്രട്ടറിയുടെ അനുമതി തേടി കാത്തു നിൽക്കേണ്ടതില്ല. മുറിയിൽ കയറിയാൽ അനുവാദം ചോദിക്കാതെ തന്നെ കസേരയിലിരിക്കണം. ഔദ്യോഗിക ചടങ്ങുകളിൽ ജനറൽ മാനേജർക്കും മറ്റും നന്ദി പറയേണ്ട ആവശ്യമില്ല. ഏത് സമയത്തും ആവശ്യങ്ങൾ അറിയിച്ച് സന്ദേശം അയക്കാം. മറുപടി കിട്ടിയില്ലെങ്കിൽ മടിക്കാതെ നേരിട്ട് വിളിക്കാം. എല്ലാ വകുപ്പുകളും എല്ലാവരെയും തുല്യ പ്രാധാന്യത്തോടെ പരിഗണിക്കണം. വിയോജിപ്പുള്ളവരുടെ സഹിഷ്ണുത വേണം, പക്ഷേ അച്ചടക്കമില്ലായ്മ വച്ചു പൊടിപ്പിക്കരുത്. സർ, മേഡം വിളി വേണ്ട. അതുവരെ മാറാതെ പിടിച്ച് കിടന്ന പഴഞ്ചൻ സമ്പ്രദായങ്ങൾ പൊളിച്ചെഴുതുകയായിരുന്നു സുധാംശു മണി. ഫ്യൂഡൽ കെട്ടുപാടിലും ഉദ്യോഗസ്ഥ ഭരണത്തിലും വീർപ്പ് മുട്ടിക്കിടന്ന ICFലെ ഓരോ തൊഴിലാളികൾക്കും ആ കത്ത് നൽകിയ ഊർജമാണ് വന്ദേ ഭാരത് എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ ആദ്യ ഇന്ധനമായത്. സുധാംശു മണി ICFൽ ജനറൽ മാനേജർ കസേരയിൽ ഇരുന്നതിന് പിന്നാലെയാണ് 2016 സെമി ഹൈസ്പീഡ് ട്രെയിൻ ഇറക്കുമതി ചെയ്യാൻ റെയിൽവേ പദ്ധതിയിട്ടത്. ഇറക്കുമതി ട്രെയിനുകളോട് വേഗത്തിലും ഗുണമേന്മയിലും മത്സരിക്കാൻ കഴിയുന്ന തദ്ദേശീയ സാങ്കേതിക വിദ്യയോടുകൂടിയുള്ള സെമി ഹൈസ്പീഡ് ട്രെയിൻ ഇവിടെയും ഉണ്ടാക്കാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ പരിഹാസമായിരുന്നു ആദ്യ പ്രതികരണം. സുധാംശു നേരെ ഡൽഹിയിലോട്ട് വിമാനം കയറി റെയിൽവേ ബോർഡ് ചെയർമാൻ എന്ന AK മിത്തലിനെ നേരിൽ കണ്ടു. വെറും 2 ട്രെയിനുകൾ നിർമ്മിക്കാൻ അനുവദിക്കണമെന്ന് അഭ്യർത്ഥിച്ചിട്ടും അദ്ദേഹം വഴങ്ങിയില്ല. വിരമിക്കാൻ കേവലം 14 മാസം ബാക്കിയുണ്ടായിരുന്ന മിത്തലിന് മറ്റൊരു ഓഫർ കൂടി സുധാംശു മണി കൊടുത്തു. സർ, നിങ്ങൾ വിരമിക്കും മുമ്പേ ആദ്യ ട്രെയിൻ പുറത്തിറങ്ങിയിരിക്കും.
ഇപ്പോൾ ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാൻ പോവുകയാണ്. അനുമതി തരാതെ ഞാൻ പോവില്ല. സുധാംശുമണിയുടെ ഈ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ മിത്തലിൻ്റെ പുഞ്ചിരി വിടർന്നു. വിമാനത്തിൽ ചെന്നൈയിൽ വന്ന് ഇറങ്ങും മുമ്പ് ICFൻ്റെ ഔദ്യോഗിക ഇമെയിൽ ചെയർമാൻ്റെ അനുമതി കാത്തിരിപ്പുണ്ടായിരുന്നു. 200 കോടി രൂപയായിരുന്നു വന്ദേ ഭാരതിൻ്റെ മൂലധനം. ജീവനക്കാരെ ഒരുക്കുകയായിരുന്നു ആദ്യ പണി. ICFൻ്റെ ജനറൽ മാനേജർ ഓഫീസിലെത്തുമ്പോൾ കയ്യിലുള്ള സൂട്ട് കേസ് വാങ്ങി ചുമക്കാൻ ഒരു ജീവനക്കാരൻ പിന്നാലെ എത്തുമായിരുന്നു. സൂട്ട് കേസിന് പകരം സ്വയം തോളിൽ തൂക്കിയിടാൻ കഴിയുന്ന ബാഗ് സുധാംശുമണി വാങ്ങിയതോടുകൂടി വർഷങ്ങളായി തുടർന്നിരുന്ന അനാചാരത്തിനും അവസാനമായി. ജനറൽ മാനേജർമാർ വല്ലപ്പോഴും വന്നു പോയിരുന്ന ഫാക്ടറിയിൽ ദിവസവും 2-3 തവണ വരെ അദ്ദേഹം എത്തി. തുറന്ന മനസ്സ്, സഹാനുഭൂതി, ആത്മാർത്ഥമായ അന്വേഷണം, ജോലി ചെയ്യുന്നവർക്കുള്ള അംഗീകാരം, എല്ലാ പഴയ രീതികളുടെയും പൊളിച്ചെഴുത്ത്. അങ്ങനെ ജീവനക്കാരൊക്കെ വേഗത്തിലായി. സെമി ഹൈസ്പീഡ് ബോഗികളുടെ ചട്ടക്കൂട് തയ്യാറാക്കുക എന്നതായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളി. അത് നിർമ്മിക്കാൻ കഴിയുന്ന കമ്പനിയെ കാൺപൂരിൽ കണ്ടെത്തി. 50 റെയിൽവേ എഞ്ചിനീയർമാരും 500 ഫാക്ടറി തൊഴിലാളികളും അടങ്ങുന്ന സംഘം ചട്ടക്കൂട് രൂപകൽപ്പന ചെയ്തെടുത്തു. അതിൽ ബോഗികൾക്കടിയിൽ എഞ്ചിൻ പീഡിപ്പിക്കാനുള്ള ഇടം കൂടി കണ്ടെത്തി. ഡിസൈൻ തയ്യാറാക്കുമ്പോൾ റെയിൽവേ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളികളൊന്നായിരുന്നു ഇത്. ഒടുവിൽ 14 മാസം കൊണ്ട് 2018 പൂർത്തിയായ ട്രെയിൻ 18 എന്ന പേരോടെ പുറത്തിറക്കി. പിന്നീട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരമാണ് വന്ദേ ഭാരത് എന്ന് പുനർനാമകരണം ചെയ്തത്. പിന്നാലെ സുധാംശുമണി റെയിൽവേയിൽ നിന്ന് വിരമിച്ചു. പരിപൂർണമായും ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ ട്രെയിൻ. ഐഡിയ, ഡിസൈൻ, എഞ്ചിനീയർ, മാനുഫാക്ചർ, വാലിഡേഷൻ, ടെസ്റ്റിംഗ് മുതലായി എല്ലാം ചെന്നൈയിലെ ഒരു കൂട്ടം റെയിൽവേമാൻമാരുടെ വിജയം. സുധാംശുമണി എന്ന ഒറ്റയാളുടെ നേതൃത്വത്തിൽ അണിനിരുന്ന ഒരു കൂട്ടം ആളുകളുടെ ഒരു കഥ കൂടിയാണിത്. വിചാരിച്ചാൽ ഇന്ത്യക്കും എന്തും ചെയ്യാൻ കഴിയും എന്ന ആ കഥ. 60-70 കൊല്ലങ്ങളായി ഇന്ത്യയിലെ ട്രെയിനുകളെല്ലാം ഏകദേശം ഒരുപോലെയാണ്. എന്തുകൊണ്ട് കൂടുതൽ സ്പീഡുള്ള, സൗകര്യങ്ങളുള്ള, കൂടുതൽ ഭംഗിയുള്ള ഒരു ട്രെയിൻ നമുക്കുണ്ടാക്കിക്കൂടാ? ഈ ഒരൊറ്റ ചിന്തയുടെ പുറത്ത് പിറന്നതാണ് വന്ദേ ഭാരത് എന്ന ട്രെയിൻ. ചിന്തകൾ വസ്തുക്കളായി മാറും എന്നതിന് ഏറ്റവും പുതിയ ഒരു ഉദാഹരണമാണ് വന്ദേ ഭാരത് എന്ന സുധാംശുമണിയുടെ ചിന്തയിൽ മാത്രമുണ്ടായിരുന്ന ഒരു ട്രെയിൻ യാഥാർത്ഥ്യമായി ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ചിന്തിക്കുന്നതിൽ ഒരു ലുബ്ധം കാണിക്കരുത്. ഒരുപക്ഷേ നിങ്ങളുടെ മാത്രം മനസ്സിൽ വരുന്ന ഒരു ചിന്തയായിരിക്കും നാളെയുള്ള മാനവരാശിക്ക് ഉപയോഗപ്രദമായി തീരുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ദിസ് ഈസ് സുധീർ മേനോൻ സൈനിങ് ഓഫ്.